ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിത് കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയിട്ടുള്ള ദ ഡെലിവറി റൺ എന്ന ഒരു കിടിലൻ സിനിമയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. സിനിമയുടെ തുടക്കത്തിൽ ഒരുപാട് മഞ്ഞ് പെയ്ത് കിടക്കുന്ന മിനസോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റി കാണിക്കുകയാണ്. അവിടെ ഈ ഒരു ഫുഡ് ഡെലിവറിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അവന്റെ പേര് പീറ്റർ എന്നാണ്. ഇവനാണ് നമ്മുടെ ഈ ഒരു കഥയിലെ നായകൻ. അവനിപ്പോ കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പൈസ അടയ്ക്കാത്തതുകൊണ്ട് തന്നെ ഇവന്റെ വീട്ടിലെ കറണ്ട് വരെ കട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് ബില്ലുകൾ അടയ്ക്കാത്തതുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കത്തുകളൊക്കെ ഇവന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു കത്തൊക്കെ നോക്കി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആരോ വാതിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുകയാണ്. പീറ്ററും ഇപ്പൊ പോയിട്ട് വാതിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ വന്നിട്ടുള്ള ആള് അവന്റെ മുഖത്തേക്ക് ഒരു പഞ്ച് കൊടുത്തിട്ട് അവന് നോക്കൗട്ട് ചെയ്യാണ്. കുറച്ച് സമയത്തിന് ശേഷമാണ് ആശാന് ബോധം വരുന്നത്. എണീറ്റ് നോക്കുന്ന സമയത്ത് റെബേക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ നിന്നും ഇവൻ ഒരുപാട് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്. അത് തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ വന്നിട്ടുള്ളത്. നീ എന്നിട്ട് പലിശയൊന്നും കറക്റ്റായിട്ട് അടയ്ക്കാത്തത്? ആ ഒരു ഭാഗത്തേക്ക് നിന്നെ കാണുന്ന പോലില്ലല്ലോ. എന്നാൽ പറ്റിച്ചിട്ട് മുങ്ങാനുള്ള പരിപാടിയാണല്ലേ? അങ്ങനെയൊന്നുമില്ല, ഞാൻ കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ ഒരു പൈസയൊക്കെ ഞാൻ തന്നു തീർത്തോളാം എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ റെബേക്കയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അവൾ ചാടി എണീറ്റിട്ട് അവന്റെ കുത്തിന് പിടിക്കുകയാണ്. അവിടെ എവിടെയെല്ലാം തപ്പുന്ന സമയത്ത് അവന്റെ കയ്യിൽ നിന്നും കുറച്ച് പൈസ അവർക്ക് കിട്ടുകയാണ്. അതായത് ഇവൻ കൊടുക്കാനുള്ള പൈസയുടെ പകുതി മാത്രമേ അതാവുന്നുള്ളൂ. ഇപ്പൊ ഹീറോ പറയുന്നുണ്ട്, അത് ഞാൻ എന്റെ ചെലവിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള പൈസയാണ്, അത് എടുത്തുകൊണ്ട് പോരുന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ റെബേക്ക ടേബിളിന് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്ലാസ് ബോൾ അടിച്ചു തെറിപ്പിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് തരാനുള്ള പൈസ തന്നു തീർത്തില്ല എന്നുണ്ടെങ്കിൽ നിന്റെ തലയായിരിക്കും ഞാൻ ഇതുപോലെ അടിച്ചു പൊളിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവരിപ്പോ അവിടുന്ന് പോവുകയാണ്. ഇവർ പോയ ഉടനെ തന്നെ പീറ്റർ അവന്റെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളും പാക്ക് ചെയ്തിട്ട് അവിടുന്ന് ഈ ഒരു സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ആ ഒരു കടയിലേക്ക് ചെല്ലുകയാണ്. ഇതെടുത്തിട്ട് എനിക്ക് കുറച്ച് പൈസ തരാൻ പറയുന്നുണ്ട്. കടയിലുള്ള ആള് ഇപ്പൊ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇതെല്ലാം കൂടെ കൊണ്ട് ഈ കുപ്പത്തൊട്ടി കളയുന്ന സാധനങ്ങളാണ്. ഇനി ഞാൻ ഇതിന് നിനക്ക് പൈസ തരണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഹീറോ കുറെ നേരം അവിടെ കിടന്ന് കെഞ്ചിയ സമയത്ത് അതിനകത്തുണ്ടായിരുന്ന 2 സാധനങ്ങൾ വലിയ കുഴപ്പമില്ല, അതിനുള്ള പൈസ തരാന്ന് അയാൾ ഇപ്പൊ പറയുന്നുണ്ട്. അവനിപ്പോ ഒരു $20 അയാൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഡെലിവറി ആപ്പില് ഒരു മെസ്സേജ് വരികയാണ്. ഇത്ര സമയത്തിനുള്ളിൽ ആ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവനിപ്പോ വേഗത്തിൽ ഡെലിവറി എടുക്കാനുള്ള ആ ഒരു ഹോട്ടലിലേക്ക് പോയിട്ട് അവിടുന്ന് ഫുഡും മേടിച്ചിട്ട് അത് ഡെലിവറി ചെയ്യാൻ പോവാണ്. ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ വേഗത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇതിന്റെ ഇടയിൽ ഒരു ട്രക്ക് അവന്റെ മുന്നിൽ വന്ന് ചാടുന്നുണ്ട്. ഇവൻ എത്ര ഹോൺ അടിച്ചിട്ടും അത് മാറി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഈ ഒരു മഞ്ഞൊക്കെ നീക്കുന്ന ഒരു ട്രക്കായിരുന്നു അത് വളരെ സ്ലോ ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവൻ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് തന്നെ അതിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എങ്ങനെയൊക്കെയോ അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവാണ്. ഇവനിങ്ങനെ ആ ഒരു ട്രക്കിനെ ഓവർടേക്ക് ചെയ്തൊന്നും ട്രക്കിന്റെ ഡ്രൈവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അയാളിപ്പോ ഭയങ്കരമായിട്ട് ഹോൺ അടിക്കുകയാണ്. പീറ്റർ അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ നേരെ ഈ ഒരു ഡെലിവറി ചെയ്യാനുള്ള ആ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഇവന്റെ ഫസ്റ്റത്തെ ഓർഡർ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ആശാൻ ഇപ്പൊ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ വീണ്ടും ആ ഒരു ട്രക്ക് ഇവന്റെ മുന്നിൽ തന്നെ വന്ന് ചാടുന്നുണ്ട്. അതിനെ ഓവർടേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പറ്റിയൊരു സാഹചര്യം ഒന്നും ഒത്തുവരുന്നുണ്ടായിരുന്നില്ല. ഇതിന്റെ ഇടയിൽ തന്നെ ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവർ ഇപ്പൊ പുറത്തേക്ക് കൈയിട്ടിട്ട് അവനോട് കയറി പോയിക്കൊള്ളാനായിട്ട് പറയാണ്. സമാധാനമായെന്ന് വിചാരിച്ചിട്ട് ഹീറോ ഇപ്പൊ കാറ് മുന്നിലേക്ക് എടുക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ മുന്നിൽ നിന്നും മറ്റൊരു കാറ് പാഞ്ഞു വരാണ്. അതിപ്പോ അവന്റെ കാറിലേക്ക് ഇടിക്കാനായിട്ടുണ്ട്. ഇവൻ എങ്ങനെയൊക്കെയോ കാറ് വെട്ടിച്ച് മാറ്റി ഒരു സൈഡിലേക്ക് നിർത്തുകയാണ്. ഇതിപ്പോ ആ ഒരു ട്രക്ക് ഡ്രൈവർ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു പണിയാണെന്നുള്ളത് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോ അയാളുടെ പുറകെ പോകുന്നത് അപകടമാണെന്ന് വിചാരിച്ചിട്ട് ഹീറോ അവിടെ തന്നെ കുറച്ചു നേരം വണ്ടി നിർത്തിയിടുന്നുണ്ട്. അതിനുശേഷം ഹോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ റെസ്റ്റോറന്റിലേക്ക് വന്നിട്ട് അവിടുന്ന് ഓർഡർ എടുക്കാനായിട്ട് അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ അങ്ങനെ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഓർഡർ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സമയം ഇപ്പൊ രാത്രിയായിട്ടുണ്ട്. അവനിപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല ശക്തമായിട്ട് തന്നെ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് ഫോഗ് ആയതുകൊണ്ട് തന്നെ മുന്നിലേക്ക് അധികം കാര്യങ്ങളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഇവനിങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ രാവിലെ കണ്ടിട്ടുള്ള ആ ഒരു ട്രക്ക് വീണ്ടും ഇവന്റെ മുന്നിൽ വഴി മറിച്ചിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. കുറെ നേരം നിന്നിട്ടും ആ ഒരു ഡ്രൈവർ വണ്ടി മാറ്റി കൊടുക്കാത്തതുകൊണ്ട് തന്നെ അവനിപ്പോ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അവൻ ഹോൺ അടിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ഡ്രൈവർ ഇപ്പോഴും വണ്ടി റോഡിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇവനിപ്പോ ഇയാൾ എന്താ ഈ കാണിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്റെ തൊട്ടു ബാക്കില് ഒരു ഷെരീഫിന്റെ കാർ വരാണ്. ആ ഒരു കാർ കണ്ട സമയത്ത് തന്നെ ട്രക്ക് ഡ്രൈവർ വണ്ടി എടുത്തിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഷെരീഫ് ഇപ്പോ നമ്മുടെ ഹീറോന്റെ കാറിന്റെ തൊട്ടടുത്ത് കൊണ്ട് വണ്ടി നിർത്തുന്നുണ്ട്. നീ എന്ത് ഈ റോട്ടിൽ കിടന്ന് ചെയ്തോണ്ടിരിക്കുന്നതെന്നൊക്കെ പോലീസുകാരൻ ഇപ്പൊ അവനോട് ചോദിക്കാണ്. സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല, അയാൾ വണ്ടി മാറ്റി തരുന്നുണ്ടായിരുന്നില്ല, ഞാനെന്ത് ചെയ്യാനാണ്? എനിക്കെന്താ ആ ഒരു ട്രക്ക് ഡ്രൈവറുടെ പെരുമാറ്റത്തില് ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പോലീസുകാരൻ പറയാണ്, നീ വെറുതെ ഓരോ കഥയടിക്കില്ലേ, എനിക്കാണെന്നുണ്ടെങ്കിൽ പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്, വേഗം വീട്ടിലേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ വണ്ടി എടുത്തിട്ട് അവിടുന്ന് പോവാണ്. ഹീറോ ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ഒരു സ്ഥലത്ത് കാർ നിർത്തിയിട്ട് എന്തെങ്കിലും ഓർഡർ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. എന്നാൽ എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടും അവന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ഫ്രീ ടൈം കിട്ടിയതല്ലേ, അതുകൊണ്ട് തന്നെ കിട്ടിയ കാശ് ഇപ്പൊ ഡബിൾ ആക്കാന്ന് പറഞ്ഞിട്ട് അവനൊരു ഗാംബ്ലിംഗ് സെന്ററിലേക്ക് പോകുന്നുണ്ട്. ഇന്ന് അവൻ ഉണ്ടാക്കിയിട്ടുള്ള പൈസ വെച്ചിട്ട് അവനവിടെ ഗാംബിൾ ചെയ്യാണ്. എന്നാൽ കണ്ടകസിനെ കൊണ്ടേ പോകുന്നു പറയുന്ന പോലെ തന്നെ അന്ന് അവന് കിട്ടിയിട്ടുള്ള പൈസ മുഴുവനും അവൻ അവിടെ ഗാംബിൾ ചെയ്ത് കളയുന്നുണ്ട്. ഭയങ്കര വിഷമത്തോടെ അവൻ കാറുമായിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. എന്നാൽ ആ ഒരു ട്രക്ക് ഇപ്പോഴും അവനെ ഫോളോ ചെയ്തിട്ട് അവന്റെ പുറകെ തന്നെ വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. ഒന്നാമത്
ഒന്നാമത് ഒരുപാട് കടബാധ്യതകളുണ്ട്. അതിന്റെ കൂടെ ഇന്നുണ്ടാക്കിയിട്ടുള്ള പൈസ മുഴുവൻ കളഞ്ഞിട്ടാണ് വരുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു ട്രക്ക് അവനെ ഫോളോ ചെയ്തിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടി ആയി കഴിഞ്ഞപ്പോൾ അവന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന ജ്യൂസ് ഇപ്പോൾ ആ ഒരു ട്രക്കിന് നേരെ അവൻ വലിച്ചെറിയുന്നുണ്ട്. ജ്യൂസ് നേരെ പോയിട്ട് ട്രക്കിന്റെ കണ്ണാടിയിലേക്കാണ് വീണത്. ട്രക്ക് ഇപ്പോൾ സഡൻ ബ്രേക്ക് ഇട്ടിട്ട് അവിടെ നിർത്തുന്നുണ്ട്. ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ ഹീറോയ്ക്ക് സന്തോഷമാണ്. ഇപ്പൊ വേഗം കാറുമായിട്ട് സ്പീഡിൽ അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു ട്രക്ക് വീണ്ടും അവന്റെ പുറകിൽ എത്തിയിട്ടുണ്ട്. അത് അതിവേഗത്തിൽ ഇവന്റെ കാറിന് അടുത്ത് എത്തിയിട്ടുണ്ട്. ട്രക്കിന്റെ മുന്നിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന മഞ്ഞ് നീക്കം ചെയ്യുന്ന ആ ഒരു പോർഷൻ വെച്ചിട്ട് ഇവന്റെ കാറിന് ഇടിക്കുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പാനിക് ആവുന്നുണ്ട്. ഇവൻ എന്നെ കൊല്ലാൻ പോവാണോ, ഇവനേതോ സൈക്കോ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പൊ കാറിന്റെ വേഗത കൂട്ടുകയാണ്. ഒരു വിധത്തിൽ അവിടെ ഉണ്ടായിരുന്ന റെസ്റ്റോറന്റിലേക്ക് അവൻ എത്തിയിട്ടുണ്ട്. ഇവൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന പോലീസുകാരൻ അതിലെ വരികയാണ്. ഇയാളെ കണ്ട സമയത്ത് തന്നെ ഹീറോ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്തും ആ ഒരു പോലീസുകാരൻ ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. എന്താടാ ഈ ഒരു മഞ്ഞത്ത് നിന്റെ ബ്രെയിൻ മരവിച്ചു പോയോ, ഓരോ കഥ അടിക്കലേ മോനെ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ അവിടെ നിന്ന് പോവാണ്. ഇവനിങ്ങനെ പോലീസുകാരനോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ഒരു താടിക്കാരൻ നോക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ ഹീറോയ്ക്ക് ഒരു പുതിയ ഓർഡർ കിട്ടുകയാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതൊരു മലയുടെ മണ്ടയ്ക്കായിരുന്നു. ഓ ഇനിയിപ്പോ അവിടെ വരെ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഡെലിവറി ആയിട്ട് കൊടുക്കാനുള്ള ഒരു ഫുഡും കളക്ട് ചെയ്തിട്ട് അവനിപ്പോ പോവാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ റെസ്റ്റോറന്റിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന ആ ഒരു താടിക്കാരൻ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഹീറോനോട് പറയാണ്, നീ പോകുന്നത് ആ ഒരു മലമുകളിലേക്കല്ലേ, കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു 4-5 പട്ടാളക്കാര് അവിടെ വെച്ചിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള രീതിയിൽ. അവരെങ്ങനെ മരിച്ചെന്നുള്ളത് ഇന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെ പറയാണ്. ഹീറോയും പേടിച്ചിട്ട് കാർ എടുത്ത് അവിടുന്ന് പോകുന്നുണ്ട്. അവൻ കുറച്ചു ദൂരം ട്രാവൽ ചെയ്തിട്ട് ആ ഒരു മലയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അവനിപ്പോ ഡെലിവറി ചെയ്യാനുള്ള ഫുഡൊക്കെ ആയിട്ട് പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് വാതിൽ തട്ടി നോക്കുന്നുണ്ട്. എന്നാൽ ആരും തന്നെ ആ ഒരു ഡോറ് തുറക്കുന്നുണ്ടായിരുന്നില്ല. കുറെ നേരം വിളിച്ചു നോക്കിയിട്ടും ആരെയും കാണാത്തോണ്ട് തന്നെ അവൻ പോവാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ ഡോറിന്റെ മുകളിൽ ഒരു ലെറ്റർ ഇരിക്കുന്നത് ആശാൻ കാണുന്നുണ്ട്. അത് എടുത്തു നോക്കുന്ന സമയത്ത് ഈ ഒരു എൻവലപ്പിന്റെ ഉള്ളിൽ പൈസയുണ്ട്. ഫുഡ് ഇവിടെ വെച്ചിട്ട് പൊയ്ക്കുന്നായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഹീറോ ഇപ്പൊ സന്തോഷത്തോടെ ആ ഒരു എൻവലപ്പ് ആയിട്ട് പോവാണ്. എന്നാൽ ഇവൻ പോകുന്ന സമയത്ത് ഒരു കാര്യം കണ്ടിട്ട് അവൻ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഇത്ര നേരം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ട്രക്ക് അത് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവനിപ്പോ പേടിച്ചിട്ട് അതിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ എത്തി നോക്കുകയാണ്. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലാന്ന് മനസ്സിലാക്കിയിട്ട് അവൻ നേരെ കാറിലേക്ക് കയറുന്നുണ്ട്. അതിനുശേഷം ആ ഒരു എൻവലപ്പ് തുറന്നു നോക്കുകയാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ വെറും $15 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇവന് കിട്ടാനുള്ള പൈസയുടെ പകുതി പോലും ആവുന്നില്ല. ഇതുകൂടി ആയി കഴിഞ്ഞപ്പോൾ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അവനിപ്പോ വീണ്ടും ആ ഒരു വീടിന്റെ മുന്നിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ഡോറിൽ മുട്ടിയിട്ട് അവനിപ്പോ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം മുട്ടിയ സമയത്ത് ആ ഒരു വാതിൽ തന്നെ തുറന്നു വരുന്നുണ്ട്. അത് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവനിപ്പോ മെല്ലെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ വെച്ചിട്ടുള്ള പൈസ പോരാ, കുറച്ചും കൂടി പൈസ വേണം. അത് മാത്രമല്ല, നേരത്തെ എന്റെ വണ്ടിയിൽ വന്ന് ഇടിച്ചിട്ടില്ലേ, എന്റെ കാറിന് കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പൈസ കൂടി തരണം എന്നൊക്കെ അവനിപ്പോ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ആരും തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് അവനിപ്പോ ആ ഒരു വീട് മുഴുവൻ നടന്നു നോക്കുന്നുണ്ട്. എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ ടേബിളിന്റെ മുകളിൽ ഒരു പേഴ്സ് ഇരിക്കുന്നതായിട്ട് അവൻ കാണാണ്. പൈസ ഉണ്ടാവും വിചാരിച്ചിട്ട് അവനിപ്പോ പേഴ്സ് തുറന്നു നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഇവൻ വിചാരിച്ചതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ പൈസ ഉണ്ടായിരുന്നു. അവനിപ്പോ പൈസ എടുക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അതിന്റെ ഉള്ളിൽ ഒരു ലൈസൻസ് ഇരിക്കുന്നതും അവൻ കാണാണ്. എന്തായാലും ഇനി പൈസ ഒന്നും എടുക്കണ്ട, ഈ ഒരു ലൈസൻസ് കൊണ്ടുപോയിട്ട് ആ ഒരു പോലീസുകാരനെ കാണിച്ചു കൊടുക്കാം. എന്നിട്ട് എന്റെ വണ്ടിയുടെ മുകളിൽ അയാൾ ഇടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവനിപ്പോ ആ ഒരു ലൈസൻസ് എടുക്കുകയാണ്. അത് മാത്രമല്ല അവിടെ ഒരു സിൽവർ കുരിശ് കിടക്കുന്നുണ്ടായിരുന്നു. അവനിപ്പോ അതും എടുത്ത് കയ്യിൽ പിടിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ബേസ്മെന്റിൽ നിന്നും ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി കരയുന്ന ശബ്ദവും കേൾക്കുകയാണ്. പേടിച്ചു പോയിട്ടുള്ള പീറ്റർ ശബ്ദം കേട്ടിട്ടുള്ള ഭാഗത്തേക്ക് ഓടുകയാണ്. ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു ലേഡീനെ അവിടെ ചങ്ങലയ്ക്ക് പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഹീറോ ഇപ്പൊ നേരെ പോയിട്ട് ആ ഒരു ചങ്ങലയ്ക്ക് അയച്ചിട്ട് അവളെ റിലീസ് ചെയ്യണം. എന്നാൽ അവളെ റിലീസ് ചെയ്ത ഉടനെ തന്നെ അവളിപ്പോ അവന്റെ നേരെ ചാടി വീഴുന്നുണ്ട്. എന്നിട്ട് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്ന ഒരു ചുറ്റിയെടുത്ത് അവനെ അടിച്ചു കൊല്ലാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ വിചാരിച്ചത് അവളെ ഇങ്ങനെ കെട്ടിയിട്ടത് ഇവനായിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഹീറോ ഇപ്പൊ ഒരു വിധത്തിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. നിന്നെ രക്ഷിച്ചത് ഞാൻ തന്നെയാണ്, നീ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കുന്നത്, ഞാനൊരു ഡെലിവറി ബോയ് ആണെന്ന് പറയുന്നുണ്ട്. ഇതിനിടയിൽ നിലത്ത് വീണ് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു സിൽവർ കുരിശ് അതിപ്പോ ആ ഒരു ലേഡി കയ്യിലെടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലായ സമയത്ത് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ബേസ്മെന്റിൽ നിന്ന് ഓടി മുകളിലേക്ക് വരുന്നുണ്ട്. മേലെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇവർ വരുന്നുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ ഇവർ നിൽക്കുന്നതിന്റെ തൊട്ട് ബാക്കിലുണ്ടായിരുന്ന മരം ആ ഒരു സൈക്കോ കോടാലി വെച്ച് വെട്ടി പൊളിക്കുകയാണ്. ഇപ്പൊ രണ്ടുപേരും പേടിച്ചിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. ഹീറോ ആണ് മുന്നിൽ ഓടുന്നത്. അതിന്റെ പുറകെ തന്നെ ഈ ഒരു ലേഡിയും വരുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി വന്ന ഉടനെ അവളെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിൽവർ കുരിശ് നിലത്ത് വെച്ചതിന് ശേഷം കയ്യിലുണ്ടായിരുന്ന ചുറ്റിക വെച്ചിട്ട് അതിപ്പോ അടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്തേക്കും ആ ഒരു സൈക്കോ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ കയ്യിലുണ്ടായിരുന്ന കോടാലി അവളുടെ പുറത്തേക്ക് എറിയാണ്. ആ ഒരു ലേഡി ഇപ്പോ സ്പോട്ടിൽ തന്നെ മരിച്ചിട്ടുണ്ട്. സൈക്കോ ഇപ്പൊ നടന്നു വന്നിട്ട് കോടാലി വലിച്ചൂരിയെടുക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോ പതറി പോകുന്നുണ്ട്. അവനിപ്പോ അവിടുന്ന് എണീറ്റ് ഓടുകയാണ്. ഈ ഒരു സൈക്കോയും അവന്റെ പുറകെ തന്നെ വരുന്നുണ്ടായിരുന്നു. അവൻ നേരെ ഓടി ചെന്നിട്ട് അവന്റെ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയൊക്കെ അവിടുന്ന് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. അവനിപ്പോ കുറച്ച് ആശ്വാസമാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഫ്യൂവല് തീരാനായിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം കൂടി കണ്ടുകഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ഭ്രാന്തളകുകയാണ്. ഇത് എന്തൊരു ജീവിതമാണ്, എന്തൊക്കെയാണ് ഇപ്പൊ എന്റെ പുറകെ നടക്കുന്നത്, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അവനിപ്പോ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നുണ്ട്. ഇവനിങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ഓപ്പോസിറ്റ് വന്നിട്ടുണ്ടായിരുന്ന ഒരു കാറ് ഇവന്റെ
മുഖത്തേക്ക് ലൈറ്റ് അടിക്കുകയാണ്. അവനിപ്പോ ഒരു വിധത്തില് കാറ് സൈഡിലേക്ക് വെട്ടിച്ചിട്ട് അവിടെ ചവിട്ടി നിർത്തുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇവൻ മുന്നേ കണ്ടിട്ടുള്ള ആ ഒരു പോലീസുകാരൻ അവിടേക്ക് വരികയാണ്. അവനിപ്പോ വേഗം വണ്ടി നിർത്തിയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഈ പ്രാവശ്യവും ആ ഒരു ഷെരീഫ് ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. സാർ, എന്റെ പുറകെ ഒരു സൈക്കോ ഉണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് എത്ര നേരമായി പറയാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്താണ് കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തെ? ഞാൻ കഥ പറയുന്നതല്ല, സീരിയസ് ആയിട്ടാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവന്റെ കോട്ടിൽ കുറച്ച് ബ്ലഡ് ഉണ്ടായിരുന്നു. അതിപ്പോ പോലീസുകാരൻ കാണാണ്. ഈ ഒരു കാര്യം കണ്ട സമയത്ത് തന്നെ അയാൾക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. അയാളിപ്പോ അവനോട് കാറിൽ നിന്നും പുറത്തിറങ്ങാൻ പറയാണ്. നിന്റെ മേത്ത് ഇതേപോലെ ബ്ലഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ കയ്യിലേക്ക് കഫ് ഇടിപ്പിച്ചിട്ട് അവനെ നേരെ കാറിൽ കൊണ്ട് കയറ്റിയിരുതാണ്. അവരിപ്പോ അവിടുന്ന് പോവാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയപ്പോഴത്തേക്കും ആ ഒരു സൈക്കോ അവന്റെ ട്രക്കുമായിട്ട് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പീറ്റർ പറയാണ്, ഇയാളാണ് എന്നെ ആക്രമിച്ചത്, ഈ ഒരു ട്രക്ക് ഓടിച്ചിട്ടുള്ള ആളാണ് എന്നെ ആക്രമിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ പോലീസുകാരനോട് പറയുന്നുണ്ട്. ഇപ്പൊ പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ഷോട്ട് ഗണ്ണുമായിട്ട് നീ ഇവിടെ ഇരിക്കേ, ഞാൻ നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവൻ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണ്. എന്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് അവനൊരു ലേഡിയെ കൊന്നിട്ടുള്ളത്. എന്നാൽ പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഈ ഒരു ഷോട്ട് ഗൺ ഇരിക്കുന്നിടത്തോളം നീ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ട്രക്കിലേക്ക് ആ ഒരു ഗണ്ണ് ചൂണ്ടിയിട്ട് മര്യാദയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നോ, അല്ല ഞാനിപ്പോ ഷൂട്ട് ചെയ്യുന്ന തന്നെ പറയാണ്. എന്നാൽ ഹീറോയ്ക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നന്നായിട്ട് തന്നെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിപ്പോ ആ ഒരു പോലീസുകാരന്റെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവന്റെ സ്വന്തം കാറിലേക്ക് ഓടുകയാണ്. അവന്റെ കയ്യിൽ ആ ഒരു ഹാൻഡ് ഗിഫ്റ്റുള്ള കാര്യമൊന്നും അവൻ കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ പോലീസുകാരനെ വിളിച്ച് പറയുന്നുണ്ട്, നീ രക്ഷപ്പെട്ടിട്ട് എങ്ങോട്ടേക്കാ പോകുന്നത്, നിനക്ക് എത്ര ദൂരം പോകാൻ പറ്റും, മര്യാദയ്ക്ക് അവിടെ തന്നെ നിൽക്കുന്നു പറയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ട്രക്കുകാരൻ പോലീസുകാരന്റെ നേരെ പാഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ട്രക്ക് കൊണ്ട് അയാളെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ഹീറോയും ഇപ്പോൾ ഒരു വിധത്തിൽ അവന്റെ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. പോലീസുകാരനെ ഇടിച്ചിട്ടതിന് ശേഷം ട്രക്ക് ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു ലേഡി മരിച്ചുപോയി, അതുപോലെ ഒരു പോലീസുകാരനെ മരിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മരിക്കാൻ പോകുന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ വേഗത്തിൽ വണ്ടി ഓടിക്കുകയാണ്. നടന്ന കാര്യങ്ങളെല്ലാം പോലീസിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് അവൻ കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് നോക്കുകയാണ്. എന്നാൽ ആ ഒരു ഫോൺ ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കുന്ന സമയത്ത് പെട്രോളും കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു പമ്പ് കാണുന്നുണ്ട്. വേഗം വണ്ടി അവിടേക്ക് കയറ്റാണ്. കയ്യിൽ ആ ഒരു വിലങ്ങ വെച്ചുകൊണ്ട് തന്നെ അവൻ എങ്ങനെയൊക്കെയോ പെട്രോൾ ഫില്ല് ചെയ്യാൻ ഇടുന്നുണ്ട്. അതിനുശേഷം നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫുഡ് കോർട്ടിലേക്ക് വന്നിട്ട് അവൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളെല്ലാം എടുത്ത് കുടിച്ചിട്ട് ഇപ്പൊ അതിന്റെ പൈസ കൊടുക്കാനായിട്ട് കൗണ്ടറിലേക്ക് വരാണ്. കൗണ്ടറിലുണ്ടായിരുന്ന ആളോട് എനിക്ക് ഈ അർജന്റായിട്ട് ഒരു കോൾ ചെയ്യണം, നിങ്ങളുടെ ഫോണും തരുമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് കൗണ്ടറിലിരിക്കുന്ന ആള് ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വിലങ്ങ കാണുന്നത്. നീ ഏതോ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു വരാണല്ലേ, മര്യാദയ്ക്ക് ഈ ഒരു കടയിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഹീറോ കുറെ പറഞ്ഞു നോക്കിയിട്ടും അയാൾ അവിടെ നിൽക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ ഒരു വിധത്തില് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ മറ്റൊരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്രോൾ പമ്പ് ആണെന്ന് പോലും നോക്കാതെ അയാളിപ്പോ ഒരു സിഗരറ്റ് ഒക്കെ വെച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഹീറോ ഓടിച്ചെന്നിട്ട് അയാളോട് ഫോൺ ചോദിക്കുന്നുണ്ട്. എന്നാൽ അയാളും ഇവന് ഫോൺ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്തേക്കും സൈക്കോ ആ ഒരു ഭാഗത്തേക്ക് വരുന്നത് നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പണി കിട്ടുന്ന മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ഹീറോ പേടിച്ചിട്ട് ഇപ്പൊ ഒരു വിധത്തിൽ അവന്റെ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുന്ന് പോവാണ്. എന്നാൽ തിടുക്കത്തിൽ വണ്ടി എടുത്ത് പോകുന്നതിന്റെ ഇടയിൽ പെട്രോൾ അടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പമ്പ് എടുത്ത് മാറ്റാനായിട്ട് ആശാൻ മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിപ്പോ നിലത്തേക്ക് വീഴാണ്. ഒരുപാട് പെട്രോൾ അവിടെ ലീക്കായി പോകുന്നുണ്ടായിരുന്നു. സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ആളാണെന്നുണ്ടെങ്കിൽ വില്ലൻ അങ്ങോട്ടേക്ക് ട്രക്കിൽ പാഞ്ഞു വരുന്നത് കാണാണ്. ഈ ഒരു ട്രക്ക് എന്റെ നേരെയാണല്ലോ പാഞ്ഞു വരുന്നതെന്ന് വിചാരിച്ചിട്ട് അയാളിപ്പോ സിഗരറ്റും താഴെയിട്ടിട്ട് അവിടുന്ന് ഓടുകയാണ്. എന്നാൽ ഇവൻ നിലത്തേക്കിട്ടുള്ള ആ ഒരു സിഗരറ്റ് പെട്രോളിന്റെ മുകളിലായിരുന്നു വന്ന് വീണിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പെട്രോൾ പമ്പ് മുഴുവനായിട്ട് ഇപ്പൊ പൊട്ടിത്തെറിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പീറ്റർ മിററിലൂടെ കാണുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതുവന്റെ തലയിലാവോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് അവൻ കുത്തിയിട്ടുള്ള ഫോൺ ഓണാക്കാൻ ശ്രമിക്കുകയാണ്. എന്തോ നമ്മുടെ ഹീറോയുടെ ഭാഗ്യം കൊണ്ട് ഫോൺ ഇപ്പൊ ഓണാവുന്നുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡെലിവറി അങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇപ്പൊ ഫോണിൽ കാണിക്കുകയാണ്. ഇത്രയും നേരം ഓർഡറിനെ വെയിറ്റ് ചെയ്തിട്ട് ഒരു ഓർഡർ പോലും മര്യാദയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്ക് എന്തോ ഒരു ഓർഡർ വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഭയങ്കര ഭ്രാന്തമായിട്ട് ചിരിക്കാൻ തുടങ്ങുകയാണ്. ഇവൻ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ആ ഒരു ട്രക്ക് ഇവൻ നിൽക്കുന്നതിന്റെ തൊട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതിപ്പോ ഇവന്റെ കാറിനെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ത്രോട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം കൂടി കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ഭ്രാന്ത് നൽകുന്നുണ്ട്. ഇപ്പൊ ഞാനാണോ നീയാണോ നോക്കാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഭയങ്കരമായിട്ടുള്ള വേഗത്തില് ആ ഒരു ട്രക്കിന് നേരെ കാർ ഓടിച്ചു വരികയാണ്. ട്രക്കും ഇവന്റെ നേരെ തന്നെ സ്പീഡിൽ പാഞ്ഞു വരുന്നുണ്ട്. രണ്ട് വണ്ടി കൂടി കൂട്ടിയിടിക്കുന്നു നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഹീറോ പെട്ടെന്ന് ഹാൻഡിൽ വെട്ടിത്തിരിക്കുന്നുണ്ട്. തൊട്ടടുത്തുണ്ടായിരുന്ന വഴിയിലേക്ക് ഹീറോ കാർ കയറ്റിയിട്ട് അതിൽ പാഞ്ഞു പോവാണ്. ഇവന്റെ ബാക്കിൽ തന്നെ ആ ഒരു ട്രക്കും ഇപ്പൊ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ പോയിട്ട് കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പോ അവനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റോഡിലെ അത് സാധാരണ ഒരു റോഡല്ല. അതായത് മഞ്ഞുകാലത്ത് ഈ ഒരു പുഴയൊക്കെ ഐസാവുമല്ലോ, അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു റോഡാണത്. അതുകൊണ്ട് തന്നെ 35 കിലോമീറ്റർ സ്പീഡിന് മുകളിൽ പോകാൻ പാടില്ല എന്ന് അവിടെ ഒരു സൈൻ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഹീറോയിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊന്നും മൈൻഡ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവനിപ്പോ അതിലെ പാഞ്ഞു പോവാണ്. RPM കൂടുതലായതുകൊണ്ട് തന്നെ ഇവന്റെ ടയർ ഭയങ്കരമായിട്ട് കറങ്ങിയിട്ട് ആ ഒരു മഞ്ഞില് സ്ലിപ്പ് ആവുകയാണ്. ഇപ്പൊ ഇവൻ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു മഞ്ഞുപാളികൾ ഇടിഞ്ഞു വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തൊട്ടുപുറകെ വന്നിട്ടുണ്ടായിരുന്ന വില്ലൻ ഈ ഒരു കാഴ്ച കണ്ടിട്ട്
വണ്ടി അവിടെ ചവിട്ടി നിർത്തുന്നുണ്ട്. എന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അയാൾ വേറൊരു വഴിക്ക് കയറാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഹീറോ കാറിൽ നിന്ന് ചാടി ഇറങ്ങുന്നുണ്ട്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാന്നൊക്കെ അവനിപ്പോ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഒരു വണ്ടി വന്നിട്ട് അവനെ ഇടിച്ചിടുന്നുണ്ട്. അങ്ങനെ അവന്റെ ബോധം പോവാണ്. ബോധം തെളിഞ്ഞു നോക്കുന്ന സമയത്ത് ജെസീക്കയില്ലേ, ഇവൻ പൈസ കടം കൊടുക്കാനുള്ള ആ ഒരു ലേഡി, അവളായിരുന്നു അവനെ ഇടിച്ചിട്ട് ഇവിടേക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് അവൻ ഉണ്ടാക്കിയിട്ടുള്ള മുഴുവൻ പൈസയും അവന്റെ പോക്കറ്റിൽ നിന്ന് ഇപ്പോൾ അവർ പിടിച്ചു വാങ്ങുന്നുണ്ട്. എണ്ണി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത് വളരെ കുറവായിരുന്നു. ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ട് നിനക്ക് ഇത്രയും പൈസ കിട്ടിയിട്ടല്ലോ, ഇനി എന്നാ നീ എനിക്ക് തരാനുള്ള പൈസയൊക്കെ തന്നു തീർക്കുക. പീറ്റർ പറയാണ്, എനിക്ക് കുറച്ച് സമയം കൂടി തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈസ മുഴുവൻ ഞാൻ തന്നു തീർത്തോളാം. കുറച്ച് ദിവസം കൂടി നീ ഒന്ന് ക്ഷമിക്കേ. ഇനിയും ഞാൻ നിനക്ക് സമയം തരണം എന്നാണ് പറയുന്നത്. ഓൾറെഡി നിനക്ക് തന്നിട്ടുള്ള സമയമെല്ലാം തീർന്നു പോയിട്ടുണ്ട്. അത് മാത്രമല്ല നിന്റെ കാറുമായിട്ട് ഈ ഒരു നാട് വിട്ട് പോകാനായിട്ട് നീ ശ്രമിച്ചിട്ടുണ്ട്. നിന്നെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന എന്റെ ആളുകളെ കറക്റ്റായിട്ട് അതെനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. ഇപ്പൊ ഹീറോ പറയാണ്, അങ്ങനെയാണെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സൈക്കോ അത് നിന്റെ ആളാണോ? എന്നെ കൊല്ലാനായിട്ടാണോ നീ അവനെ പറഞ്ഞയച്ചത്? അവനിപ്പോ ഓൾറെഡി 2 ആളുകളെ കൊന്നിട്ടുണ്ട്. അതിൽ ഒരാള് ഒരു പോലീസ് ഓഫീസറാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആ ഒരു ലേഡിക്ക് നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്. എന്റെ ആളുകൾ ആരെയും കൊന്നിട്ടൊന്നുമില്ല, നീ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിപ്പോ ഭയങ്കര കൺഫ്യൂഷനിലാവാണ്. എന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ടാണ് അവർ രണ്ടുപേരെയും അവൻ തീർത്തിട്ടുള്ളത്. നിനക്ക് സംശയമുണ്ടെങ്കിൽ നിന്റെ ആളുകളോട് വിളിച്ച് ചോദിക്കാൻ പറയാണ്. ഇതേ സമയത്ത് ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ വിളിച്ചിട്ട്, എടാ നമ്മുടെ ആൾക്കാർ ആരെങ്കിലും കൊന്നായിട്ട് നീ അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അയാളും ഇപ്പൊ പേടിച്ചു പോകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇയാൾ ഇവളെ കണ്ടിട്ട് ഒരുപാട് പേടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പീറ്റർ പറയാണ്, നിന്നെ കാണുമ്പോൾ എല്ലാവർക്കും പേടിയാണല്ലേ, എന്നാ എനിക്ക് നിന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഭ്രാന്തമായിട്ട് ചിരിക്കുകയാണ്. ഇതുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ലേഡിക്ക് നല്ല രീതിയിൽ ടെൻഷൻ ആവാണ്. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഗുണ്ടേനോട് പറയുന്നുണ്ട്, എടാ നമ്മുടെ ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് നീ ഒന്ന് അന്വേഷിക്കുക. പിന്നെ നിന്റെ ഫോണിന്ന് അവരെ വിളിക്കാൻ നിൽക്കണ്ട, പുറത്തൊരു ടെലിഫോൺ ബൂത്തിലെ അവിടുന്ന് വിളിച്ചാൽ മതി എന്ന് പറയാണ്. ഈ ഒരു ഗുണ്ട നേരെ ടെലിഫോൺ ബൂത്തിലേക്ക് വന്നിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ വിളിക്കുന്നുണ്ട്. ഇതുമാതിരി നമ്മുടെ ബോസിന് നിങ്ങളൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈക്കോ അവന്റെ ട്രക്കോ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. സൈക്കോ നേരെ വന്നിട്ട് ഈ ഒരു ഗുണ്ട നിൽക്കുന്ന ടെലിഫോൺ ബൂത്ത് അടക്കം ഇടിച്ചു തെറിപ്പിച്ചിട്ട് അവനെ കൊല്ലാണിപ്പോ. ഇപ്പൊ കിച്ചണിൽ നിൽക്കുന്നുണ്ടായിരുന്ന ആ ഒരു ലേഡിയുടെ സർവന്റ് പുറത്ത് വണ്ടി അടിച്ചിട്ടുള്ള ആ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അവനിപ്പോ ആ ഒരു ഭാഗത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പീറ്ററിനെയും ആ ഒരു ലേഡീനെയും കാണിക്കുകയാണ്. കിച്ചണിൽ നിന്നിട്ടുണ്ടായിരുന്ന അയാൾ അലറി വിളിക്കുന്ന ശബ്ദം ഇപ്പോ ഇവര് കേൾക്കുന്നുണ്ട്. ലേഡി ഇപ്പോ അവളുടെ ഗണ്ണുമായിട്ട് കിച്ചന്റെ ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കുന്നുണ്ട്. എന്നാൽ അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്കർ അവിടെ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഇവിടെ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവാതെ അവളങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സൈക്കോ അവളുടെ മുന്നിലേക്ക് ചാടി വീഴാണ്. അവളുടെ മേത്തേക്ക് ഒരു കത്തി വെച്ച് കുത്തുന്നുണ്ട്. ഈ ഒരു ശബ്ദമെല്ലാം നമ്മുടെ ഹീറോയും കേൾക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. അവൻ നേരെ ചെന്നത് കിച്ചണിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന ലൈറ്റും കാര്യങ്ങളെല്ലാം ഓഫാക്കി വെച്ചിട്ട് അവനൊരു സ്ഥലത്ത് പോയിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ സൈക്കോ ആണെന്നുണ്ടെങ്കിൽ കയ്യിലൊരു കോടാലിയായിട്ട് ഇപ്പൊ കിച്ചന്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. മോനെ, നീ എവിടെ ഒളിച്ചിരിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. മര്യാദയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ വേദനിപ്പിക്കാതെ കൊന്നുകളയെന്ന് പറയാണ്. ഈ ഒരു കാര്യമൊക്കെ കേട്ടിട്ട് ഹീറോയ്ക്ക് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. അവനിപ്പോ അവിടുന്ന് മെല്ലെ മെല്ലെ നിരങ്ങിയിട്ട് മുന്നോട്ടേക്ക് നീങ്ങാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാത്രം നിലത്തേക്ക് ചാടുന്നുണ്ട്. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ പീറ്റർ എവിടെ ഇരിക്കുന്നെന്നുള്ളത് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അയാൾ മെല്ലെ മെല്ലെ അവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഹീറോ ഇരിക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പീറ്റർ അത് കയ്യിലെടുത്ത് പിടിച്ചിട്ട് തയ്യാറായിട്ട് തന്നെ ഇരിക്കുകയാണ്. സൈക്കോ ഇപ്പൊ കോടാലിയും കൊണ്ട് വന്നിട്ട് അവനെ വെട്ടാൻ തുടങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അത് അവന്റെ മുഖത്തേക്ക് തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ അവന്റെ കാലിലേക്ക് ആരോ കയറി പിടിക്കുകയാണ്. നോക്കുന്ന സമയത്ത് ആ ഒരു ലേഡി തന്നെയായിരുന്നു. എന്നെ കൂടി ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോടാന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് തന്നെ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. അവൻ നേരെ ഓടി വന്നിട്ട് അവന്റെ കാറുമായിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ കുറച്ചു ദൂരം അവൻ മുന്നോട്ടേക്ക് പോയപ്പോൾ റോഡ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും പെട്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോ അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ട്രക്കുമായിട്ട് സൈക്കോവിന്റെ തൊട്ട് ബേക്കിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ വേറൊരു രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയില്ല നമ്മുടെ ഹീറോ ഒന്നും നോക്കാതെ ആ ഒരു ബോർഡ് പിടിച്ചു വിളിച്ചിട്ട് കാറ് മുന്നോട്ടേക്ക് തന്നെ എടുക്കുകയാണ്. ഇപ്പൊ സൈക്കോയും ഇവന്റെ തൊട്ട് പുറകിൽ എത്തിയിട്ടുണ്ട്. വണ്ടിയിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലോഡർ ഉപയോഗിച്ചിട്ട് ഇവന്റെ കാറ് ഇടിച്ചു പൊളിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പേടിച്ചു പോയിട്ടുള്ള നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിൽ അതൊക്കെ മാനേജ് ചെയ്തിട്ട് കാറ് മുന്നോട്ടേക്ക് തന്നെ എടുക്കുന്നുണ്ട്. അങ്ങനെ കാർ കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ റോഡ് അവിടെ എൻഡ് ചെയ്യാണ്. അതിന് തൊട്ടടുത്തായിട്ട് വലിയൊരു കൊക്കയുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ളത് നമ്മുടെ ഹീറോയ്ക്ക് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അവനിപ്പോ നേരെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാറിൽ നിന്നും എടുത്ത് പുറത്തേക്ക് ചാടുന്നുണ്ട്. കാറിപ്പോ നേരെ മുന്നോട്ടേക്ക് പോയിട്ട് ആ ഒരു കൊക്കയിലേക്ക് വീഴുന്നുണ്ട്. ഇവന്റെ ബാക്കിൽ വരുന്നുണ്ടായിരുന്ന സൈക്കോന്റെ ആ ഒരു വലിയ ട്രക്കും ഇപ്പൊ കൊക്കേന്റെ ഉള്ളിലേക്ക് വീണിട്ട് പൊട്ടിച്ചെതുറാണ്. വലിയൊരു ബ്ലാസ്റ്റ് തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ ഹീറോ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ അടുത്ത് നിന്നിട്ട് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഇവൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഇവന്റെ കാലിലേക്ക് ആരോ ഒരാൾ കയറി പിടിക്കുകയാണ്. നോക്കുന്ന സമയത്ത് അത് ആ ഒരു സൈക്കോ തന്നെയായിരുന്നു. അയാളും ഈ ഒരു ട്രക്കിൽ നിന്നും പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മരത്തിന്റെ മുകളിൽ നമ്മുടെ ഹീറോ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. സൈക്കോവിന്റെ കാലിൽ പിടിച്ചിട്ട് മുകളിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അയാൾക്ക് പിടുത്തം കിട്ടിയത് ഇവന്റെ ഷൂവിലായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു ഷൂ ഇപ്പൊ അഴിഞ്ഞു പോവാണ്. അതോടുകൂടി സൈക്കോ താഴേക്ക് വേണ്ടിട്ട് അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ഹീറോ ഇപ്പൊ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് സൈക്കോന്റെ വീട്ടിൽ നിന്ന് ഇവൻ എടുത്തിട്ട് വന്നിട്ടുള്ള ആ ഒരു കുരിശ് അത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇനി ഇതിനു വേണ്ടിയിട്ടാണോ അയാൾ എന്നെ ഫോളോ ചെയ്തെന്ന് വിചാരിച്ചിട്ട് അവൻ ആ ഒരു കുരിശുമായിട്ട് മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു കാറ് ആ ഒരു ഭാഗത്തേക്ക് വരികയാണ്. നോക്കുമ്പോൾ ആ ഒരു റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു അത്. അയാളിപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ലിഫ്റ്റ് കൊടുക്കുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന് നടന്നിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ മുഴുവനും അയാളോട് പറയുന്നുണ്ട്. അതിനുശേഷം ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഹാങ്ക് കഫ് അത് അഴിച്ചു കളയാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടുന്ന് കട്ടിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഈ ഒരു നാട്ടില്
ഇതുപോലൊരു സൈക്കോ ഉണ്ടെന്നും അയാൾ ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ടെന്നും അതിൽ നിന്നും രക്ഷപ്പെട്ടത് റെബേക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലേഡിയും പിന്നെ നമ്മുടെ പീറ്ററുമാണ്. ആ ഒരു സൈക്കോ ഒരു അപകടത്തിൽ മരിച്ചു പോയിട്ടുണ്ടെന്നും ഇപ്പോൾ ഒരു ന്യൂസിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ന്യൂസിലെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആള് ഇപ്പോൾ വാതിൽ തുറക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവനിപ്പോ ഒരു പിസ്സ അയാൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതിന് മുന്നേ ഇവന് വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു അത്. ഇപ്പോഴാണ് അവൻ ഈ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പീറ്റർ പോയത് പഴയ സാധനങ്ങളിൽ എടുക്കുന്ന ആ ഒരു ഷോപ്പിലേക്കാണ്. ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കുരിശ് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കുരിശ് കണ്ടപ്പോൾ തന്നെ അയാൾ ഷോക്ക് ആവുകയാണ്. ഇത്രയും റെയർ ആയിട്ടുള്ള ഒരു കാര്യം ഇവൻ എന്തിനാണ് എനിക്ക് കൊണ്ടു തന്നെന്നുള്ള എക്സ്പ്രഷനിൽ അയാൾ ഇപ്പോൾ ഹീറോനെ നോക്കുന്നുണ്ട്. ഹീറോ ഇപ്പൊ നേരെ അവന്റെ വീട്ടിലേക്ക് വരികയാണ്. ഇനി സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് അവൻ അവന്റെ ബെഡിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പുറത്തു നിന്നും ആ ഒരു സൈക്കോന്റെ ട്രക്കിന്റെ ഹോണടി കേൾക്കാണ്. ഇത് കേട്ടിട്ട് ഇവൻ ഞെട്ടി എണീക്കാണ്. ആ ഒരു സീനും കാണിച്ചിട്ട് സിനിമ വിളിച്ചിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.